എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുറം നല്ല ക്രിസ്പിയും ഉള്ളി നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്, എന്നാൽ ഒരുപാട് അങ്ങ് പഴുക്കാത്ത പഴം എടുക്കരുത്. അതിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിക്കുള്ള നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. ഇനി ഈ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു കറുത്ത പാർട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് കളഞ്ഞിട്ടെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഓരോന്നും ഇതുപോലെ ചെയ്തിട്ടാണ് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടായിരുന്നാലും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ മുഴുവൻ നേന്ത്രപ്പഴത്തിൻ്റെയും ആ ഉള്ളിലെ കറുത്ത പാർട്ട് മാറ്റിയതിന് ശേഷം ഉടച്ചെടുക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തോന്നിയിട്ടുള്ളത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്. ഞാൻ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലൊരു മാവ് പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടില്ല. അങ്ങ് ഒരുപാട് അങ്ങ് വെള്ളം പോലെ അങ്ങ് ആയിപ്പോകും. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിനുള്ള നേന്ത്രപ്പഴം എടുക്കുക. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ക്രീമി ആയിട്ടുള്ള ആ കോക്കനട്ട് ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട്. ഇനി ആ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. ഒരുപാട് സമയം ഇതിട്ട് ഇങ്ങ് ഇളക്കി കൊടുക്കരുത്, കാരണം നമ്മുടെ അരിപ്പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോയി ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. ഈ ഒരു പരുവമാകുന്ന സമയം നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെ ഇതുപോലൊന്ന് ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ പാലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇതിന് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തേങ്ങ ചിരകിയത്. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഇത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് കുറുകി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇത് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോകരുത്. ഈ ഒരു പരുവത്തിനാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കോൺഫ്ലെക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിലും എടുത്താൽ മതി. ഇനി കയ്യിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം പഴത്തിൻ്റെ മിക്സിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കയ്യിൽ തന്നെ പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മുടെ ആ ക്രീമി ആയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മിക്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ പഴത്തിൻ്റെ മിക്സിൽ നിന്നും കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ആ പരത്തിയെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നന്നായിട്ട് ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ബലം പിടിച്ചിട്ട് പ്രസ് ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ പൊട്ടിപ്പോകും. പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ഫസ്റ്റ് നമുക്ക് ആ മൈദയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതിൽ ഇതുപോലൊന്ന് മുക്കിയിട്ടെടുക്കാം. എന്നിട്ടത് കോൺഫ്ലെക്സിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോൺഫ്ലെക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലെക്സ് നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്നും വേവേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ, നമുക്കിതിൻ്റെ പുറഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എടുത്ത് പറയേണ്ടത് ഇതിനുള്ളിൽ ആ ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ്. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്